അങ്ങ വീണിട്ടുണ്ടല്ലപ്പാ. പിള്ളേര് കണ്ടിട്ടോമ്മ, പിള്ളേര് എണീച്ചിട്ടോമ്മ. കൊണ്ട് കൊടുത്താൽ തിന്നോളൂ നല്ലോണം. ആണ്ട പോലെയും കൂടെ കൊച്ചേക്ക ഓൽനാറ്റം വെച്ചോട്ടെ. രാവിലത്തെ ചായയും കടിയാവുമ്പോ എത്ര സമയമായി? ഇനി എന്തെല്ലാം പണിയുണ്ട്? അത്ര അടുക്കള പണി പറഞ്ഞാൽ ഒരു വിലയുമില്ല. എന്തോ വീട്ടിലെത്തുന്നവർക്ക് ഇപ്പൊ 1000 ഉറുപ്പ്യ ഇപ്പം കൊടുക്കുന്നുണ്ട് സർക്കാർ. അതന്നെ ഒരു ഇത്. ഇതേ മോളെ 2-3 മാങ്ങ പിള്ളേര് കണ്ടിട്ടില്ലോപ്പാ. താളിന്റെ പോലെ ഒന്നും വെച്ചോ. അതിന് പിള്ളേരെ എണീച്ചു വെച്ചാ പിള്ളേര് സ്കൂളിൽ വിട്ടതുകൊണ്ട് ഇപ്പോഴും എണീക്കൂലെന്നല്ലേ പറയുന്നത്. ഇത് ഓലനാറ്റം വെക്കല്ലേ. ഇതെവിടുന്ന മാങ്ങ കിട്ടീന്ന് വെച്ചാ? അതിന്റെ പൊക്കിയിലുണ്ടായിന് വീണിട്ട്. ഓ, അതിന്റെ കീഴിൽ ഓരോന്ന് വീഴുന്നുണ്ടല്ലേ. നാരായണയുടെ പോയിന്. ഓ, നാരായട്ടൻ ഇതാ അങ്ങോട്ട് പോയിന്, മീൻ മേടിക്കാൻ വേണ്ടി പോയിന്. ഇത് ഉച്ചക്കല്ലേ പോണ്ട്. മീനുണ്ടോ നോക്കാൻ പോയത്. എന്നാ പിന്നെ ഞാനിങ്ങോട്ട് പോട്ടെ. ആ, അച്ഛൻ പോയിടുന്നാൽ. താളിന്റെ മോളെ കിട്ടി. നീ അച്ഛൻ കൊടുത്തന്നേക്കുമല്ലേ? ഇതാ മീനിടാ. താളിന്റെ പോള ഒലമ്പക്കൽ അച്ഛനാ കൊടുത്തതിന്. എന്നാ മീൻ കിട്ടീനി? മീൻ ചോന്ന മീൻ കിട്ടി. പെട്ടെന്ന് ആക്കിക്കോ, മുളക് കിട്ടിച്ചാറ്റം. ഇപ്പൊ പൂവനും ആയില്ലേ. അപ്പൊ നമ്മുടെ മീൻ നല്ല വൃത്തി കഴുകിയിട്ട് ഇല്ലാതെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലേ, മുളകിട്ട് വെക്കുന്നതാണ്. നമ്മുടെ മുളക് പൊടി കുറച്ചധികം ഇടുക. പാകത്തിന് ഉപ്പ്, കല്ലുപ്പാണ്. ഇനി കുറച്ച് ഇഞ്ചി കഷ്ണേ, ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് തക്കാളി. ഇതെല്ലാം ഒന്ന് പെരക്കി വെക്കാം കേട്ടാ. ഞാൻ തന്നെ പെരക്കാം. പെരക്കിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം അല്ലേ. ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ തീയലൊന്ന് പിടിപ്പിക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ മീനിൽ നമ്മുടെ മസാലയിൽ നല്ല ഒട്ടി പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് എന്നാ എന്താ എന്താ പുളിയാ? കൊടംപുളിയാ ഇന്ന് എടുത്തിനെ. ദേശം ഇട്ടിട്ടാ. തക്കാളി ഇട്ടോണ്ട് ചെറിയ പുളി, അധികം വേണ്ട. കഴിഞ്ഞോണ്ടൊന്ന് ഓക്കെ. അടുപ്പത്ത് വെച്ച് കൊടുക്ക. എന്തായി നോക്കട്ടെ. നല്ലോണം വെന്തിട്ടുണ്ടാവൂല്ലേ. ഇതിലേക്ക് ഇനി ഒരു 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഒന്നുകൂടെ അതിൽ കിടന്ന് ഇതെല്ലാം ഒന്ന് വേവിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അത്യാവശ്യം റെഡി ആയി അല്ലേ. ലാസ്റ്റായി നമുക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളി, പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഓക്കെ. ഒന്നുകൂടി ചുറ്റിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോന്നമീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ടൊന്ന് നിൽക്കട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് കഴിക്കലായി. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. മതി 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 മതി. അവർ പെട്ടെന്ന് കഴിക്കട്ടെ. ആദ്യം നമ്മുടെ ചാറിലൊന്നും ചാറൊന്നുമില്ല.
കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ചാറ് കറി വേണ്ടവർക്ക് ഇതുപോലത്തെ കറി നടക്കൂല. അതിനൊക്കെ അധികം ചാറൊന്നും വേണ്ട, ഇങ്ങനത്തെ മുളകിട്ട കറി ഉണ്ടായാലും മതി. എന്നാ പിന്നെ കഴിക്കട്ടെ, സമയമില്ല. ഓക്കെ.